ഹലോ ഹലോ റൌഫല്ലേ? ഹാഷിമാടാ. നാട്ടിൽ നിന്ന് ആര് വിളിച്ചാലും ഓ ഫോൺ എടുക്കൂല. കത്തയച്ച മറുപടിയില്ല. ഉമ്മാന്നുള്ളവന്റെ ഒരു വിളി കേട്ട് മരിച്ചാലും വേണ്ടില്ല. നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ചിട്ട് റൌഫിനെ അങ്ങോട്ട് പറഞ്ഞേക്കും ഞാൻ. എന്നാ പിന്നെ ഞാൻ പോവാണ്. ഇതമ്മ, ഇത് റൌഫിന്റെ കുട്ടികൾക്ക് ഓരോ ജോഡി ഡ്രസ്സാ. ഇത് വെച്ചോളി, വാങ്ങിച്ചോളി, മടിക്കണ്ട. ഇത് വേണ്ടാന്ന് ഞാൻ പറയാത്തപ്പോ തന്നെ മനസ്സിലായില്ലേ എന്റെ ഗതികേട് എത്ര മാത്രം. ഇതൊന്നും നിന്റെ ഇക്കാക്ക് കൊടുക്കണം. ഞാൻ എന്റെ കുട്ടിയോടും ജീവിച്ചിരിപ്പട്ടെന്ന് അവരോട് പറയണം. റൌഫ്, ഒരു കാര്യം പറഞ്ഞാ നിനക്ക് എന്നോട് ഇഷ്ടക്കേടാവോ? ഗൾഫിലെ കാര്യമാണെങ്കിൽ പറയാം. എൻ്റെ വീട്ടുകാരുടെ കാര്യമാണെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഗൾഫിലെ കാര്യം തന്നെ. നമ്മളൊക്കെ ഇവിടെ ജോലിക്ക് വന്നവരാ. ഇവിടുത്തെ ജോലിയും ശമ്പളവും ഗ്യാരണ്ടി ഉള്ളതൊന്നുമല്ല. പുതിയ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പലതും വിദേശ ജോലിക്കാർക്ക് അനുകൂലമല്ല. നാളെ നാട്ടിൽ ഭാര്യാമക്കളോടൊത്ത് ജീവിക്കാനുള്ള വഴി നാം ഇപ്പോൾ കണ്ടെത്തിയില്ലെങ്കിൽ പിന്നീടൊരു ചാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. നീ പറഞ്ഞ് പതുക്കെ നാട്ടിലെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നുണ്ട്. നിന്റെ പ്ലാൻ എനിക്ക് മനസ്സിലായി. എന്റെ ഭാര്യയെക്കുറിച്ചുള്ള ചിന്ത ഏകദേശം ഞാൻ മറന്നു തുടങ്ങിയതാ. ഇനി അത് ഓർമ്മപ്പെടുത്തി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നീ അടുത്ത കാലത്തായി വല്ലാതെ മാറിപ്പോയിട്ടുണ്ട്. നിന്റെ പുതിയ കൂട്ടുകെട്ട് നിനക്ക് വല്ലാതെ ദോഷം ചെയ്യും. എന്നെ നിയന്ത്രിക്കാൻ എനിക്കറിയാം. പക്ഷേ നീ മദ്യം കഴിച്ചു തുടങ്ങിയ അനാവശ്യം പറയരുത്. നീ കള്ളു കുടിച്ച കാര്യം ഞാൻ അറിഞ്ഞ ചളിപ്പ് നിന്റെ മുഖത്തുണ്ട്. ഒരിക്കലും ഇത്തിരി കുടിച്ചു എന്ന് വിചാരിച്ച് ഭൂമി പിളരാനൊന്നും പോകുന്നില്ല. നീ നോക്കിക്കോ. ഇപ്പൊ നീ ഒരു ഉറച്ച തീരുമാനം എടുത്തില്ലെങ്കിൽ നാളെ നീ ഒരു മുഴുക്കുടിയനായി തീരും. പിന്നെ ഞാനിവിടെ ഒരു കള്ള് ഷാപ്പ് തുടങ്ങാൻ പോവല്ലേ. എന്റെ മനസാക്ഷി കുത്തോണ്ടാ ഞാൻ ഇത്രയും പറഞ്ഞു. കുറെ കാലം ഒരു റൂമിൽ താമസിച്ചിട്ട് ഒരു വാക്ക് കൊണ്ടെങ്കിലും നിന്നെ തടഞ്ഞില്ലെങ്കിൽ ഈശ്വരൻ എന്നോട് പൊറുക്കൂല. എനിക്കുണ്ടടാ പ്രായമായൊരച്ഛൻ, ഒരമ്മ,
ഭാര്യയും ഒരു മോളും. അവരെന്നിൽ അർപ്പിച്ച വിശ്വാസവും പ്രതീക്ഷയും എത്രമാത്രമുണ്ടോ അതുപോലെയാ നിന്റെ കുടുംബത്തെ ഞാൻ കാണുന്നത്. ദാ വീണ്ടും കുടുംബത്തിന്റെ കാര്യം. ഇനി ഞാനിവിടെ നിന്നാ നമ്മൾ തമ്മിൽ അടിച്ചു പിരിയും. റൌഫേ, നിന്നോട് പറയാൻ ആഷിം എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ കല്യാണം കഴിച്ച കഥ നീ കേൾക്കണം. അത് മാത്രം എനിക്ക് കേൾക്കണ്ട. അവനൊരു പണച്ചാക്കിന്റെ മകളെ കിട്ടിയില്ലേ, ഇനി സുഖമായി ജീവിക്കട്ടെ. ഞാൻ കഞ്ഞിക്ക് വകയില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചൊരു വെട്ടി. എന്താ ഇപ്പൊ ഇനി ഈ പ്രശ്നത്തിനൊരു പരിഹാരം? പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ആദ്യം അറിയണ്ടേ? അതറിയാനാണ് ദിവസേന 10-20 പ്രാവശ്യം വിളിച്ചു നോക്കുന്നത്. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഏത് നമ്പറിൽ വിളിച്ചാലും ഒന്നുകിൽ ഓൺ ഫോൺ എടുക്കൂല, അല്ലെങ്കിൽ കട്ട് ചെയ്യും. കൊടുത്തയച്ച കത്തിനൊന്നും മറുപടിയില്ല. ഇതൊന്നും അല്ലാത്ത പുതിയ ഐഡിയ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോളി. നമ്മുടെ നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഗൾഫിലുണ്ടല്ലോ, ഓരോടൊക്കെ ഒന്ന് ഇടപെടാൻ പറഞ്ഞാല്. ആരിടപെടെങ്കിലും വേണ്ടേ റൌഫിനെ കൈ കിട്ടുക? ഒരാൾക്കും ഓൻ പിടികൊടുക്കൂലല്ലോ. മോളെ അങ്ങോട്ടേക്ക്. സൗദിയിൽ ലത്തീഫലിയനാ. ഹലോ, വാലേക്കും അസ്സലാം. ആ, എടുക്കുന്നില്ലല്ലേ? ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ. ആ, സുഖമായി പോകുന്നുണ്ട്. എന്നാ പിന്നെ വിളിക്കാം. വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. കണ്ടില്ലേ, ആര് വിളിച്ചിട്ടും കാര്യമില്ല, ഫോൺ എടുക്കൂല. എന്നാലും ഒരു മനുഷ്യനോടും ഒരു ഉപദ്രവത്തിനും പോവാത്ത ഒരു പച്ചപ്പാവായിരുന്നു എൻ്റെ മോൻ. ഞങ്ങൾ രണ്ടാളും ഒക്കെ സഹിച്ചോളാം. ആവിതാന്റെ കണ്ണീരിന് ഒരവസാനം കണ്ടാ മതിയായിനു. അല്ല, കാക്കാൻ ഇവിടെ കണ്ടുവരാരില്ലേ? ഓനെ കണ്ടോലൊക്കെ ഉണ്ട്. പക്ഷെ നാട്ടുകാരെ കാണുമ്പോൾ ഓ മാറിക്കളയും. പിന്നെ ഓന്റെ പഴയ ഫ്രണ്ട്സിനോടൊന്നും ഇപ്പോ ഒരു ബന്ധുവില്ലെന്നാ കിട്ടിയ വിവരം. കേട്ടത് ശരിയാണെങ്കിൽ ഒരലമ്പ് കൂട്ടുകെട്ടില്ല ഇപ്പോ ഉള്ളത്. പക്ഷെ അതുകൊണ്ട് ഒരു നേട്ടമുണ്ട്. കിട്ടുന്ന ശമ്പളം അതാത് മാസം തന്നെ തീർന്നിട്ടു. ഇങ്ങക്കറിയോ, നമ്മളെ നാട്ടില് റൌഫിന് അത്ര ശമ്പളം കിട്ടുന്ന ഒരാളുമില്ല ഗൾഫില്. അതിന്റെ വല്ല നേട്ടവും ഈ നാട്ടിൽ കാണുന്നുണ്ടോ? ഇല്ല. കാരണോ, ദുബായിൽ എങ്ങനെയൊക്കെ പൈസ ചെലവാക്കാന്ന് റൌഫ് പഠിച്ചുപോയി. ഓനെപ്പറ്റി കേട്ടത് മുഴുവൻ ഞാനിവിടെ പറയുന്നില്ല. ഏതായാലും ഇന്റെ ആയുസുള്ളിടത്തോളം കാലം നിങ്ങളൊന്നും പട്ടിണി കിടാതെ ഞാൻ നോക്കിക്കോളാം. മകനില്ലെങ്കിലും മരമുണ്ട് നിങ്ങൾ കൂട്ടിക്കൊള്ളി. അല്ലെങ്കിൽ എല്ലാവരും കൂടി വീടും കൂട്ടി ഇന്റെ വീട്ടിലേക്ക് പോയി. നിങ്ങളെ താമസിപ്പിക്കാനും ചെലവരാനും പഠിത്തം സഹായിച്ച് ഇപ്പം എൻ്റെ ഉണ്ട്. അല്ലാതെ ആർക്കും വേണ്ടി ഇങ്ങനെ ദുഃഖിച്ചിരിക്കണ്. ഇതിനൊരു അവസാനം വേണ്ടേ?
ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ കളഞ്ഞു കുളിക്കാൻ ഞാൻ തയ്യാറല്ല. വിഡ്ഢിതം പറയാതെടോ. കിട്ടുന്നത് മുഴുവൻ ഇവിടെ കുടിച്ചു തീർക്കാൻ തന്നോട് ആരെങ്കിലും പറഞ്ഞോ? എടോ, ഇവിടെ കുറെ പാവങ്ങളുണ്ട്. 50,000 75,000 ഒക്കെ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും കുബൂസും സാൻഡ്വിച്ചും നിന്നാനാ അവന്മാരുടെ യോഗം. ബാക്കിയുള്ളത് മുഴുവൻ ഭാര്യക്കും മക്കൾക്കും വേണ്ടി സമ്പാദിച്ചു കൂട്ടുക. നമ്മൾ എന്തിനാ ഇവിടെ എങ്ങനെ നിറയിക്കുന്നത്? സ്വന്തം ലൈഫ് നശിപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എത്ര ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കിട്ടുന്നതിന്റെ ഒരു ഭാഗം മതി വീട്ടുകാർക്ക്, ബാക്കി നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതാ. ഇപ്പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കിട്ടുന്നതിന്റെ 90% നമുക്കുള്ളതാ. ബാക്കി 10% മതി ഈ കുടുംബത്തിന് അരി വാങ്ങാൻ മാത്രമുള്ള കാശ്. 15 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ സമ്പാദ്യം വട്ടപൂജ്യമാടാ, വട്ടപൂജ്യം. അതുകൊണ്ട് ബാക്കിയുള്ള ലൈഫും ഇവിടെ സൂഹിച്ചങ്ങ് കഴിയണം. ഏതായാലും നിങ്ങളെപ്പോലെ അങ്ങനെ അങ്ങ് നശിക്കാൻ ഞാനില്ല. കറക്റ്റ്, അങ്ങനെ അങ്ങ് നശിക്കരുത്. പക്ഷേ ഈ ദുബായ് എന്താണെന്ന് കണ്ട് മനസ്സിലാക്കുന്നതിന് വിരോധമില്ലല്ലോ. നീ ഇവിടത്തെ നിശാ ക്ലബ്ബുകൾ കണ്ടിട്ടുണ്ടോ? ഏത് രാജ്യത്തിന്റെ നൈറ്റ് ക്ലബ്ബിൽ പോകണമെന്ന് ഒന്ന് പറഞ്ഞാൽ മതി. ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം. എന്താണ് അവിടെ നടക്കുന്നതെന്ന് നിനക്കൊന്ന് കണ്ട് മനസ്സിലാക്കാല. ഇങ്ങനെ ദൂർത്തടിക്കാൻ മാത്രമൊന്നും എൻ്റെ അടുത്ത് കാശില്ല. എച്ചിത്തരം പറയാതെടോ. കള്ളുകുടിക്കലും ക്യാബറ കാണലൊന്നും അല്ല എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരമാണ് ഇപ്പം എൻ്റെ ആവശ്യം. നിനക്ക് വലിയൊരു പണക്കാരിയെ കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. വെരി സിമ്പിൾ. അതിനൊക്കെ വേണ്ടിയാണ് ഈ കമ്പനിയിൽ നിന്നോട് സജീവാകാൻ പറയുന്നത്. നീ ആദ്യം ഈ ലോകം എന്താണെന്ന് പഠിക്കുക. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആളുകളൊക്കെ വേണ്ടേ? ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കാൻ ദേ ഞങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അത് നീ മറക്കണ്ട. പിന്നെ നിന്റെ സങ്കല്പത്തിലുള്ള ഒരു കല്യാണം കഴിക്കാൻ അതിന് നാട്ടിൽ തന്നെ പോകണമെന്നില്ല. ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാം. കാസിം ബായി എന്ന് കേട്ടിട്ടുണ്ടോ? ദുബായിലും അബുദാബിയിലും മസ്കത്തിലും കുവൈത്തിലും ഒക്കെ സൂപ്പർ മാർക്കറ്റുകളും ഹോട്ടലുകളും ഒക്കെയുള്ള ഒരു ബടാ മുതലാളിയാ. പുള്ളിക്കാരനൊരു മകളുണ്ട്. ഒരു പ്രാവശ്യം ഡൈവോഴ്സ് ആയതാ. അവൾക്ക് ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട്. എന്ന് വെച്ച് അതിന് മാത്രമൊന്നുമില്ല. ഗുളിക നിർത്തരുത് എന്നാ ഒരു പ്രശ്നമില്ല. അവളെ കല്യാണം കഴിച്ചാൽ ഒരു സൂപ്പർ മാർക്കറ്റും 1-2 ഹോട്ടലുകളും കിട്ടുന്നതിനുള്ളതാ. എന്തേ രാജാവാകാൻ അതുപോരെ? എന്താ നോക്കുന്നോ? നിങ്ങൾ എന്നെ കൊതിപ്പിക്കല്ലേ. അവസാനം ഞങ്ങൾ പറ്റിച്ചു എന്ന് പറയരുത്. അങ്ങനെ ഞാൻ പറഞ്ഞാലും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട പോരെ. സംഗതികൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ലല്ലോ. നിനക്ക് നിലവിൽ ഭാര്യയും കുട്ടികളുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? അതിന് ചെയ്യേണ്ട എന്താണോ അത് ഞാൻ ചെയ്തോളാം. നിലവിൽ ഭാര്യയും മക്കളും ഉണ്ടാവരുത്, അത്രല്ലേ ഉള്ളൂ. മതി. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചാലത്തോടെ മായൻകുട്ടിയാജി എന്ന് പറയുന്ന ആള് ആ ഞാൻ തന്നെ. ഇങ്ങോട്ട് കേറിയിരിക്ക.